നമ്മുടെ ഇൻറ്റഗ്രേറ്റഡ് ബാച്ചിൽ ഞങ്ങളെ വളരെയധികം പ്രൗഡാക്കിയ ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ച് മക്കളുടെ പേരൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ സന്തോഷവും നമ്മളോട് പങ്കിടണം. അവർക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. അപ്പോൾ എന്താണ് നമ്മളോട് അവർക്ക് പറയാനുള്ളത് നമുക്ക് ചോദിച്ചറിയാം. അപ്പം എനിക്ക് അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ, മക്കളെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്കീമിലേക്കൊക്കെ വിടുമ്പോൾ എന്തായിരുന്നു ഫീലിംഗ്? ഉമ്മ പറഞ്ഞോളൂ. മക്കളങ്ങോട്ട് വിടുമ്പോൾ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. രണ്ടും കൂടി ഇവരെ കൊണ്ട് പറ്റുമോ, നീറ്റോ +1 +2 രണ്ടും കൂടി പറ്റുമോ, പിന്നെ വീട്ടിൽ നിന്ന് ഫസ്റ്റ് ടൈമിൽ വിട്ട് നിൽക്കുന്ന ഒരു ടെൻഷനെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ചാൽ ഒന്നും കുഴപ്പമില്ല, ടീച്ചേഴ്സ് ആണെങ്കിലും മെൻറ്റേഴ്സ് ആണെങ്കിലും എല്ലാം ഭയങ്കര ഷുവറാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ റിസൾട്ടൊക്കെ വന്നപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, ഉപ്പൊക്കെ എന്താ പറയാനുള്ളത്? ആദ്യത്തെ ഡോക്ടറാണ് അല്ലേ വീട്ടിലെ? അങ്ങനെയാണ്. പിന്നെ വളരെ സന്തോഷം തന്നെയാണ് എല്ലാവർക്കും. സന്തോഷം. ഓക്കെ. പിന്നെ ഇപ്പം ഇവര് ഈ ഇൻ്റഗ്രേറ്റഡ് സ്കീമിൽ പഠിക്കുക എന്നൊക്കെ പറഞ്ഞപ്പം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇവർ +2 നല്ല മാർക്ക് മേടിക്കോ, ഇനി ഇവരുടെ ഫോക്കസ് പോകുമെന്നൊക്കെയുള്ള ഫീലിംഗ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, ഫസ്റ്റിലുണ്ടായിരുന്നു. കാരണം ബോർഡ് എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യും, നീറ്റിന് മാത്രമായിട്ടാണ് ഇവർ സമയം ചെലവഴിക്കാന്നൊരു മനസ്സിലൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ കാരണം ഇവർ ഈ സെക്കൻഡ് ബോർഡ് എക്സാം +1 എക്സാം ഇല്ല, അത് വലിയൊരു പ്രശ്നമായിരുന്നു. പക്ഷേ ഇവർ രണ്ടും കൂടി അത് +2ഉം +1ഉം കൂടി ബോർഡ് എക്സാമിൽ കൂടി അത് റെഡിയാക്കി എടുത്തപ്പോൾ ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് വളരെ സന്തോഷമായി. അതിന് കാരണമായ സൈലം ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനോടും മാനേജ്മെൻറ്റിനോടും നമ്മൾ സന്തോഷം പങ്കിടുന്നു. അതോടൊപ്പം നല്ല സ്കോർ ചെയ്തിട്ട് പിന്നെ നല്ല വിജയ ശതമാനം വെച്ചാൽ പരീക്ഷ എഴുതിയ എല്ലാവരും 100% നമ്മുടെ സ്കൂളിൻ്റെ വിജയം കൈവരിച്ചിരിക്കുന്നത്. അതിൽ താങ്ക്സ് പറയുന്നു. അതോടൊപ്പം കുട്ടികളെല്ലാവരും നല്ല പെർസെൻറ്റേജ് നേടിയിട്ടുണ്ട്. അതുമ്പോൾ ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു. പിന്നെ നമ്മുടെ ഹോസ്റ്റലിനെ കുറിച്ചും മക്കൾക്ക് നമ്മളിവിടെ ഒരുപാട് പരീക്ഷകളൊക്കെ അവരിങ്ങനെ എഴുതി പറയുന്നു. അപ്പോൾ മക്കൾ ഈ അനുഭവമൊക്കെ ഷെയർ ചെയ്യായിരുന്നോ? ഷെയർ ചെയ്യായിരുന്നു. ഓക്കെ. പിന്നെ പരീക്ഷകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എക്സാം എഴുതുന്നത് കൊണ്ടിട്ട് അവർക്ക് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ കുറച്ചൊരു ടെൻഷൻ ആ സമയത്ത് ഉണ്ടാവുമെങ്കിലും അതവർ ഫൈനൽ എക്സാമിന് അത് നന്നായിട്ട് ഉപകരിച്ചിട്ടുണ്ട്. ഓക്കെ. ഹോസ്റ്റലിലല്ലായിരുന്നു, മോള് വീട്ടിൽ നിന്ന് പോയി വരികയായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ മോള് വീട്ടിൽ വന്നിട്ട് നമ്മുടെ ടാബിൽ ക്ലാസ് ഒക്കെ കാണുമായിരുന്നു? എല്ലാം തന്നെ, അതെല്ലാം ആ പറയുന്ന പോലെ തന്നെ അനുസരിച്ച് ഷെഡ്യൂൾ ഫോളോ ചെയ്യായിരുന്നു. മക്കള് മോളുടെ ഈ പ്രിപ്പറേഷനിൽ എന്താണ് ഏറ്റവും കൂടുതൽ ചെയ്തു കൊടുത്തിട്ടുള്ളത്? ഞാനായിട്ട് അങ്ങനെ നമ്മൾ അധികം പാരൻസ് അധികം ഹെൽപ്പ് ചെയ്തിട്ടില്ല. കുട്ടി തന്നെത്താനാണ് ബാക്കി സ്കൂളിൽ നിന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങൾ അവർ തന്നെത്താൻ അനുസരിക്കുക. ആ രീതിയിലായതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഓക്കെ ഓക്കെ. പിന്നെ ആദ്യത്തെ ഇതില്, അതായത് നമുക്ക് ആദ്യം ഫസ്റ്റ് ഇങ്ങനെ ഇൻ്റഗ്രേറ്റഡ് ഇതിൽ വന്നപ്പം ഞങ്ങൾക്ക് ശരിക്കും നല്ല ടെൻഷൻ ഉണ്ടായി. കാരണം കുട്ടി +1 +2 അക്കാഡമിക്കും എൻട്രൻസും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ അത് എത്രത്തോളം ഇത് അവളെ കൊണ്ട് എത്രത്തോളം ആവും എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷെ ഇപ്പൊ റിസൾട്ട് വന്നപ്പം വളരെ സന്തോഷമായി. അപ്പോൾ ഇരട്ടി മധുരമായി അല്ലേ? കാരണം അതെ, അപ്പോൾ ഞാൻ ഇങ്ങനെ പറയായിരുന്നു മക്കളോടും പാരൻസിനോടൊക്കെ പറയായിരുന്നു, എത്രയോ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാംസ് ആണ് മക്കൾ എഴുതിയത്. കാരണം ഒരുപാട് പേര് വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് എഴുതുന്ന എക്സാമിൻ്റെ സ്കോറാണ് അവർ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ കൈവച്ചത്. അപ്പം ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ഇതൊരു നല്ല ഒരു വിജയം തന്നെയാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഇനി മാക്സിമം സപ്പോർട്ട് കൊടുക്കുക അല്ലേ? അപ്പോൾ ഇനി ഈ ഒരുപാട് പേരൻസിന് ഒരു ആകാംക്ഷ ഉണ്ടാവും, ഈ ഒരു ടെൻഷൻ ഉണ്ടാവും, ഞങ്ങൾ ഇനിയും ഇൻ്റഗ്രേറ്റഡിലേക്ക് വിടണോ അതോ മക്കളെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. അവരോട് അച്ഛൻ എന്താണ് പറയാനുള്ളത്, നമ്മുടെ ശ്രീലക്ഷ്മിയുടെ അച്ഛന്? മോളുടെ കാര്യത്തിൽ ആദ്യം ടെൻഷൻ വെച്ചാൽ മോള് LKG തൊട്ട് ഇന്റർനാഷണൽ സിലബസിലാണ് പഠിച്ചത്. ഓക്കെ. കേംബ്രിഡ്ജ് സിലബസിലാണ്. അപ്പം ഫസ്റ്റ് ടൈമാണ് CBSE വരുന്നത്. അപ്പം രണ്ടും ഡിഫറെന്റ് ആണ്. സിലബസ് മാറിയപ്പോഴുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവിടെ വരുമ്പോൾ എങ്ങനെയായിരിക്കും, ഇവിടുത്തെ ടീച്ചേഴ്സ് എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളായിരുന്നു. പക്ഷെ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. അതുകൊണ്ട് കോമ്പറ്റേറ്റീവ് എക്സാമിന് എല്ലാവരും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. അപ്പൊ സിലബസിലേക്കുള്ള ഒരു സ്വിച്ച് മോൾക്ക് എങ്ങനെയാണ് ഇവിടെയുള്ള? ഇന്റർനാഷണൽ ആണെങ്കിൽ ഇമാജിനറി റൈറ്റിംഗ് ആണ്. സാരില്ല ശ്രീലക്ഷ്മി, അച്ഛൻ പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇത് വേറെയാണ്. അതെ, നമുക്ക് അറിയണല്ലോ ആ ഒരു ട്രാൻസിഷൻ എങ്ങനെ ഹെൽപ്പ് ചെയ്തെന്ന് അറിയണം. സദ്ഭാവനയിലാണ് പഠിച്ചത്. അപ്പം അവിടുന്ന് LKG തൊട്ട് ഇന്റർനാഷണൽ പഠിച്ചത്. പെട്ടെന്ന് CBSE വരുമ്പോൾ സിലബസ് ഭയങ്കര വാസ്റ്റ് ഡിഫറൻസ് ആണ്. അപ്പം പക്ഷേ ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ ഹെൽപ്പ് കൊണ്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് അവര് നന്നായിട്ട് ടോപ്പ് ലെവലിൽ എത്താൻ പറ്റി. അതെ അതെ, ഡെഫിനറ്റ്ലി നല്ല കാര്യമല്ലേ ശ്രീലക്ഷ്മി?
ദാറ്റ് വേറൊരു ഇത് പഠിച്ച് വന്നിട്ട് യു ഹാവ് റീച്ച്ഡ് ഹിയർ. ദാറ്റ്സ് റിയലി സംതിങ്. ഓക്കെ, ദാറ്റ്സ് നൈസ്. അപ്പോൾ യു ഷുഡ് ബി പ്രൗഡ്. അച്ഛൻ ഇത്ര കാര്യമൊക്കെ ഓർത്ത് വെച്ച് പറയുന്നില്ലേ, ദാറ്റ്സ് നൈസ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ അനന്ത് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും നമ്മൾ അക്കാഡമിക്കിൽ മാത്രമല്ലല്ലോ, ഇപ്പം എൻട്രൻസ് എഴുതുന്ന കുട്ടികൾക്ക് എപ്പോഴും അക്കാഡമിക്കിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, അവരുടെ +1 +2 കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് സാറിന്റെ എക്സാമ്പിൾ തന്നെ സാർ പറഞ്ഞു, സാറിന് ഇത്ര % മാർക്ക് കിട്ടിയ കഥ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവൾക്ക് ഞങ്ങൾ തോന്നിയിട്ടുള്ളൂ. അതായത് കൂടുതലും അവള് +1 +2 ക്ലാസ്സസ് അല്ല കൂടുതലും ഇതാക്കിയത്, മറ്റത് എൻട്രൻസ് പഠിച്ചപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സിലബസ് കോൺസെപ്റ്റ് ക്ലിയർ ആയി വന്നു. ആ ഒരു കാര്യമാണ് നമ്മുടെ പേരൻസ് പലരും ഇന്ന് മനസ്സിലാക്കാത്തത്. അപ്പൊ ഇവര് വിചാരിക്കുന്നത് കുറേ ബുക്കുകളൊക്കെ വെച്ച് നമുക്ക് ഇതാക്കുന്നതെന്ന് വെച്ചാല് ഇത് ഒരേ ക്യാമ്പസിൽ തന്നെ കുട്ടിക്ക് എൻട്രൻസും +1-ന്റെയും ക്ലാസ്സസ് നടക്കുന്നുണ്ട്. ഇതുപോലെ ഒരു സ്ഥലത്ത് പഠിക്കുക, പിന്നെ എൻട്രൻസിന് വേറൊരു സ്ഥലത്ത് പോകുക, ആ രീതിയിലുള്ള അപ്പൊ സമയം ഒരുപാട് സേവ് ചെയ്തു. വളരെ നല്ലത്. പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇതിലല്ലേ നമ്മുടെ, അതെ 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 അതെ, അതുകൊണ്ട് വളരെ വളരെ സന്തോഷമുണ്ട്. നമ്മളൊരു ചാൻസ് എടുത്തതാണ്, പക്ഷെ അത് കുഞ്ഞുങ്ങളും നന്നായിട്ട് എഫേർട്ട് എടുത്തു. ടീച്ചേഴ്സ് ആവട്ടെ, മെന്റേഴ്സ് ആവട്ടെ, അവരെല്ലാവരും എല്ലാവരും. അത് നമുക്ക് ഒരിക്കലും നമുക്ക് ഈ ഒരു വിജയം ഒരാൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഓരോരുത്തരും അത് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഇവരുടെ കോർഡിനേറ്റേഴ്സ് ആവട്ടെ, ടീച്ചേഴ്സ് ആവട്ടെ, ഓരോ ഇൻഡിവിജ്വൽ പേഴ്സണും, ഓരോ മെൻറ്റർ ആവട്ടെ, ഹോസ്റ്റൽ വാർഡൻ, എല്ലാവരും അവരുടെ പാർട്ട് വളരെ ഭംഗിയായി പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരാളെ പോലും നമുക്കൊരു ഇത് തോന്നുകയാണ്, ഒരാൾ എന്തെങ്കിലും ഒരു വീഴ്ച വരുന്നുണ്ട് തോന്നുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനുള്ള നമ്മുടെ മാനേജ്മെന്റ് സൈഡിൽ നിന്നാണെങ്കിലും റീപ്ലേസ്മെന്റ്സും ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവളറിയാതെ പലപ്പോഴും മെന്റേഴ്സിനോട് വിളിച്ചു പറഞ്ഞിട്ട് മെന്റേഴ്സാണ് കുട്ടിയോട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞ പാരന്റ്സ് പറഞ്ഞാൽ അധികം അനുസരിക്കണം എന്നില്ല, കേട്ടിട്ട് ശരിക്കും അവര് അതുപോലെ തന്നെ ചെയ്യുന്നതിന്റെ ഗുണം കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് നമ്മുടെ ഇപ്പം ഇവർ ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ പഠിക്കുമ്പോൾ പേരൻസിന് എപ്പോഴും ഉള്ള ഒരു ഇതാണ്, അതായത് കുറേ നോട്ട്സും കുറേ ബുക്കൊക്കെ വെച്ച് കുറേ എഴുതി പഠിക്കണം. നമ്മൾ കണ്ടുവന്ന ഒരു രീതി അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. അപ്പം മക്കൾ ഓൺലൈൻ ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്ക് വന്നപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ കൺസേൺസ് ഉണ്ടായിരുന്നോ? ഇവര് പഴയ പോലെ വിദ്യാഭ്യാസ രീതിയല്ലല്ലോ ഇപ്പോഴും. ഇപ്പം എല്ലാം സോഷ്യൽ മീഡിയയിലുള്ള, അതേപോലെ ടാബ് ഉപയോഗിച്ചിട്ടുള്ള പഠിത്തം അവർക്ക്. കാരണം കുറെ എന്താ പറയാ, പണ്ട് 1ാം ക്ലാസ് തൊട്ടിട്ട് വലിയൊരു ബാഗും ചുമന്ന് കുട്ടികൾ പോകുന്ന രീതിയിൽ നിന്ന് മാറി പുതിയൊരു സിസ്റ്റത്തിലേക്ക് എത്തിയപ്പോൾ അത് കുട്ടികൾക്കും ഗുണമായി, അത് പാരന്റ്സിനും ഗുണമായിട്ടുണ്ട്. കാരണം നമുക്ക് അറിയുന്ന അവരെ ഇപ്പൊ കുട്ടികളെ ഫ്രീ ആയിട്ട് വിടുകയാണ് പഠിക്കാൻ വേണ്ടി. അല്ലാണ്ട് നീ പഠിച്ചോ, ഇത്ര പേജ് പഠിച്ചോ എന്നുള്ള ചോദ്യമല്ല, എന്ത് പഠിച്ചോന്നും ചോദിക്കുന്നില്ല. അവർ പഠിക്കും, നമ്മൾ അവരെ ഏൽപ്പിച്ച് അവര് നന്നായിട്ട് അവർ പഠിക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് പിന്നെ അതിന് പുതിയ മെത്തേഡ് തന്നെയാണ് ഏറ്റവും നല്ലത്. കുട്ടികൾക്കുള്ള ആ പുസ്തകഭാരവും പുസ്തക സഞ്ചിയൊക്കെ ഒഴിവാക്കിയ ഹൈബ്രിഡ് സിസ്റ്റം തന്നെയാണ് ഇന്റഗ്രേറ്റഡ് സ്കൂളിന് ഏറ്റവും ബെസ്റ്റ്. ഇനി സൈലത്തിലേക്ക് മക്കളെ വിടാൻ നിൽക്കുന്ന നമ്മുടെ പാരന്റ്സ് ഉണ്ടാകും, അവരോട് നിങ്ങൾക്കൊക്കെ എന്താണ് പറയാനുള്ളത്? ഒരു പേടിയില്ലാണ്ട് നല്ലതിൽ തന്നെ വിട്ടു, ഒരു ഇതും വേണ്ട, നല്ല ഉഷാറായി സൈലത്തിനോട് ഞങ്ങൾക്ക് തന്നെ ഒരുപാട് നന്ദി പറയാനുണ്ട്. പക്ഷെ മക്കളെ വിടുമ്പോൾ ഇത്രയൊന്നും റിസൾട്ട് ഒന്നും പ്രതീക്ഷിക്കില്ല. അതുകൊണ്ട് ഇപ്പം ഒരുപാട് റിസൾട്ടും വന്ന്, പിന്നെ മക്കളെ എല്ലാം കൊണ്ട് സ്വഭാവം എല്ലാം റെഡിയായി. അതുകൊണ്ട് ആരും വിടാൻ മടിക്കണ്ട എന്നുള്ള ഒറ്റൊരു ഇതാണ് പറയാനുള്ളത്. നല്ല കാര്യം അല്ലേ? അപ്പം മിടുക്കി കുട്ടിയായിട്ട് നമ്മൾ ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ആക്കിയിട്ട് തന്നെ, അല്ലെങ്കിൽ അവരൊരു ഡ്രീം കരിയറിൽ എത്തിച്ചിട്ട് തന്നെ നമ്മൾ അവരെ തിരിച്ചു തരും എന്നുള്ളൊരു വിശ്വാസം എന്താണെങ്കിലും പേരൻസിന് ഉണ്ടാവാം. കാരണം ദാറ്റ്സ് വൈ വി ആർ ഹിയർ. അങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഉള്ളത്. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് വൺസ് അഗെയിൻ. ഇനി നിങ്ങളുടെ ഒക്കെ കോളേജസിൽ വന്നിട്ട് ഞങ്ങൾ നിങ്ങളെ നേരിട്ട് മീറ്റ് ചെയ്യുന്നതായിരിക്കും. അവിടെ വെച്ച് നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ എടുക്കാം.